24 ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപകൽ സമരത്തിന് BJP തയ്യാറെടുക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച് അടുത്ത ദിവസം ഉച്ചവരെ സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകൾ വളയാനാണ് തീരുമാനം. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, സമാനമായ രീതിയിൽ നമ്മളൊരു സമരം കണ്ടത് സോളാർ സമരകാലത്താണ്. അതേ മാതൃകയിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞൊരു സമരത്തിലേക്ക് BJP അല്ലേ? നിസ്സംശയം പറയാം. അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട സമരം ഏറ്റെടുക്കുന്നതിൽ പാർട്ടി വൈകിയെന്ന ആരോപണവും വിമർശനവും പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായതിന്റെ പശ്ചാത്തലത്തിലും ആ സമരം, ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട സമരം കോൺഗ്രസ് അതിന്റെ നേട്ടം കൊയ്യുന്നു എന്നുള്ളതും കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു സമരം, ഒരു ബഹുജന പങ്കാളിത്തത്തോടുകൂടിയുള്ള സമരം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് വളയാൻ BJP തീരുമാനിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒക്ടോബർ 24-നാണ് ഈ സമരം ആരംഭിക്കുന്നത്. ഒക്ടോബർ 24 വൈകുന്നേരം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമരം ഉദ്ഘാടനം ചെയ്യും. രാപ്പകൽ സമരം എന്നോണമാണ് ആ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 24 വൈകുന്നേരം ആരംഭിച്ച് 25 ഉച്ചവരെ സെക്രട്ടേറിയറ്റ് വളയാനാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും BJP പ്രവർത്തകരെ ജില്ലാ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് എത്തിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിലുള്ള ആഹ്വാനം താഴെ ജില്ലാ തലങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയൊരു സമരം പാർട്ടി ആലോചിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും വളയാനാണ് നിലവിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. അത് 25-ാം തീയതി ഉച്ചയോടുകൂടി ആ സമരം അവസാനിപ്പിക്കുന്ന തരത്തിലാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ കേന്ദ്രബിന്ദു അതല്ലെങ്കിൽ അത് രാഷ്ട്രീയമായി ഏറ്റെടുത്തത് BJP ആണ് എന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സമരമാർഗത്തിലേക്ക് പാർട്ടി കടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. 2018 കാലത്ത് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിക്കൊരു സമര നേതാവുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സമര നേതാവില്ല. ആ തരത്തിലൊരു നായകത്വത്തിലേക്ക് ആരും ഉയർന്നു വന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷേ ഈ വിഷയം പാർട്ടി വൈകിയാണെങ്കിൽ പോലും ഏറ്റെടുക്കുന്നു. അതിൽ വലിയൊരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളയാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. ഒക്ടോബർ 24-ന് വൈകുന്നേരം ആരംഭിച്ച് 25-ാം തീയതി ഉച്ചയോടുകൂടി അവസാനിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റും വളയാനാണ് BJP തീരുമാനം. ശരി അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.